ഇടുങ്ങിയ മുറിയിലിരുന്ന് വെബ് ലോകത്തിലെ കാണാക്കാഴ്ചകൾ കാണുകയാണ് വിനേഷ് ഇപ്പോൾ. ലാപ്ടോപ്പിന്റെ ജാലകത്തിലൂടെ പണ്ടെന്നോ ഒരു അപകടം കവർന്നെടുത്ത ജീവിതത്തെ തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുകയാണ് വിനേഷ്. വിനേഷ് ഈ ലോകത്തേക്ക് നോക്കുകയാണ്. അതിർത്തികളില്ലാത്ത സുഹൃത്ത് വലയം, ഓരോ ദിവസവും പുതിയ പാഠങ്ങൾ. അടഞ്ഞ മുറിയിൽ സൗഹൃദം തെളിയിച്ച പ്രകാശത്തിൽ ആത്മവിശ്വാസം കൈവിടാതെ മുന്നേറുകയാണ് വിനേഷ്. വീഡിയോ എഡിറ്റിംഗ് ആണ് വിരൽത്തുമ്പിലെത്തിയ പുതിയ വിവരം. ജൂലൈ 31 വിനേഷിനെ തളർത്തിയ ദിവസം. കൂട്ടുകാരനൊത്തുള്ള ബൈക്ക് യാത്രക്കിടെ കാറുമായി അപകടം. മരപ്പണിയുമായി സ്വസ്ഥ ജീവിതം നയിച്ച ഒരു യുവാവിന് ജീവിതം നഷ്ടപ്പെട്ടെന്ന് തോന്നിയ നിമിഷങ്ങൾ. നട്ടെല്ലിന് ക്ഷതം സംഭവിച്ചതോടെ ചലനമറ്റു. കൈകൾക്ക് ഭാഗികമായി ചലനം മാത്രം. അരയ്ക്ക് താഴെ നിശ്ചലം. കൂട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ആവുന്നതെല്ലാം ചെയ്തു. ചികിത്സയും ഓപ്പറേഷനുമായി നല്ലൊരു തുക ചിലവായി. ചികിത്സയുടെ ഫലമായി കൈകൾ ഇപ്പോൾ അനക്കാം. കാലുകൾ ഇപ്പോഴും തിരിച്ചെത്തിയിട്ടില്ല. തളർന്നുപോയ വിനേഷിനെ താങ്ങി നിർത്തിയത് സുഹൃത്തുക്കളാണ്. ഇടുങ്ങിയ മുറിയിലെ ഒറ്റപ്പെടലുകൾക്ക് അവർ കൂട്ടിയിരുന്നു. ആൾക്ക് ഇപ്പോൾ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സിനായിട്ട് അതുപോലെ സംസാരിച്ചിരിക്കുക. അപ്പോൾ ആ ഒറ്റയ്ക്ക് ചിന്തിക്കുന്ന ഒരു ഫീലിംഗ് അങ്ങനത്തെ ഒരു കാര്യമൊന്നും ഉണ്ടാവില്ല. അതല്ല, പിന്നെ പരമാവധി എല്ലാവരും ഉണ്ടാവും അവിടെ. പിന്നെ ഇപ്പോൾ ആള് ഇപ്പോൾ ഈ ലാപ്പ് മേടിച്ചത് ഫ്രണ്ട്സ് എല്ലാവരും കൂടി സഹകരിച്ചിട്ടാണ്. ഇപ്പോൾ ഗൾഫിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, നാട്ടിലുള്ള കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ഇവരെ കൂടി സഹകരിച്ചിട്ട് അതുപോലെ നേരിച്ച് അത് കാര്യങ്ങളൊക്കെ. പിന്നെ ആൾക്ക് തീരെ ബോറടിക്കാല്ലാന്ന് ഇപ്പോൾ ഇതുവരെ വിശ്വസിക്കുന്നത്. എന്നുവെച്ചാൽ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് എല്ലാവരും ഇപ്പോൾ കൂടി ഉണ്ടാവും. ഇപ്പോൾ ഒരു ദിവസത്തിൽ ഒരു 2 കളങ്ങൾ വരാത്ത പിള്ളേരുണ്ടാവില്ല ഇവിടെ ഞങ്ങളുടെ ഈ ഏരിയയിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെ കാണാനും ആള് എനിക്ക് നടക്കുന്ന ടൈമിൽ അത്ര ആക്റ്റീവ് ആയിരുന്നല്ലോ. കിടന്ന കിടപ്പിൽ എന്തെല്ലാം ചെയ്യാമെന്ന് ചിന്തിച്ചപ്പോഴാണ് ലാപ്ടോപ്പിലെത്തിയത്. വിരലുകൾ ചലിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും വിനേഷ് വെബ് ലോകത്തെ കയ്യിലൊതുക്കി. പൃഥ്വിരാജിന്റെ മുഖവുമായി ഫേസ്ബുക്കിലും ഓർക്കുട്ടിലും എത്തുന്ന വിനേഷിന്റെ സൗഹൃദ വലകൾ ദിനം പ്രതി നിറഞ്ഞു. പലർക്കും ചാറ്റ് ഫ്രണ്ടിന്റെ ശരീരത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു. വിനയുടെ എന്നിൻ്റെ അടുത്ത് പറയും, ഹരി വാടാ വീട്ടിൽ വാ, ഫ്രീ ഉള്ള ദിവസം വിളിക്കും, വീട്ടിൽ വിളിക്കാം. അപ്പോൾ ഇയാൾക്കൊരു അസുഖം ഉണ്ടെന്ന് അറിയാം, പക്ഷേ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ, ഇത്രയും മോശമായ ഒരു കണ്ടീഷനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇയാളെ അറിയാതെ, ഇയാളെന്നെ വിളിച്ചു രാവിലെ, ഞാൻ ഇന്ന് വരില്ലെങ്കിൽ ഇനിയും ഉണ്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഇയാളറിയാതെ ഇയാളുടെ വീട്ടിൽ വന്നു. അപ്പോൾ ഇവർ വീട്ടിൽ വന്നപ്പോൾ കുറേ ഫ്രണ്ട്സുകൾ ഇരിക്കുന്നുണ്ട്. ഇയാളുടെ ഈ വിനോട്ടിൻ്റെ മുഖം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. വിനോട്ടൻ സ്ഥിരമായിട്ട് ഓൺലൈനിൽ വരുമ്പോൾ പൃഥ്വിരാജിൻ്റെ ഫോട്ടോ വെച്ചിട്ടൊക്കെ വരാം. അപ്പോൾ കുറേ ഫ്രണ്ട്സ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഇടയിൽ നമുക്ക് വിനോട്ടനെ കൃത്യമായിട്ട് ഞാൻ ജസ്റ്റ് ചോദിച്ചു വിനോട്ടൻ ആരാന്ന് വെച്ചാൽ അവർ ഉള്ളിലേക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു തന്നു. ഉള്ളിൽ ഞാൻ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് പറ്റിക്കാൻ വേണ്ടിയിട്ട് വിനോട്ടനെ വിളിച്ചപ്പോൾ ഇയാൾ ഇങ്ങനെ ഇവിടെ കിടക്കുന്നുണ്ട്. എന്നിട്ട് ലാപ്പ് കുറച്ച് നീക്കി വെച്ചിട്ട് പറഞ്ഞു ഇരിക്കടാ പറഞ്ഞു. അപ്പോൾ ഞാൻ വിനോട്ടൻ ഒന്നുകൂടി ചോദിച്ചു, വിനോട്ടൻ ചോദിച്ചു. അപ്പോൾ ഞാൻ തന്നെയാണ് വീണു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ സൗഹൃദം കാവലിരിക്കുന്ന ഈ വീട്ടിലേക്ക് ഹരി എത്തി. ഹരിയുടെ സഹായത്തോടെ വീഡിയോ എഡിറ്റിംഗ് പഠിക്കാനുള്ള ശ്രമത്തിലാണ് വിനേഷ്. കീബോർഡും മൗസും കാലക്രമേണ വഴങ്ങുമെന്ന് വിനേഷിന് വിശ്വാസമുണ്ട്. സുഹൃത്തുക്കളുടെ സ്നേഹ സാന്നിധ്യമാണ് വിനേഷിന്റെ കരുത്ത്. 2 വർഷമായി വിനേഷ് വെബ് ലോകത്തെത്തിയിട്ട് വൈകല്യത്തെ തോൽപ്പിച്ച് പുതിയ സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ യുവാവ്. മലയാളത്തിലുള്ള സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലെല്ലാം ഇന്ന് വിനേഷിന്റെ സാന്നിധ്യമുണ്ട്. രാത്രിയും പകലുമില്ലാതെ രാജ്യത്തിന് പുറത്തും അകത്തുമായി സുഹൃത്തുക്കൾ. ഇടയ്ക്കൊരു ഫോട്ടോ ബ്ലോഗ് തുടങ്ങി. സുഹൃത്തുക്കൾ അയച്ചുകൊടുത്ത ഫോട്ടോകൾ ചേർത്ത് ബ്ലോഗിംഗ് നടത്തിയതോടെയാണ് വിനേഷ് എഡിറ്റിംഗിലേക്ക് തിരിഞ്ഞത്. വെബ് ലോകത്തെക്കുറിച്ച് പറയുമ്പോൾ വിനേഷിന്റെ മനസ്സു നിറയും. ലോകത്തിലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ലോകത്തിൽ തന്നെ ഇപ്പോൾ എല്ലാ സഹായങ്ങളും ഒക്കെ കാര്യങ്ങളൊക്കെ കിട്ടിയില്ല. നമ്മളെ കുറിച്ച് അന്വേഷിക്കാനും കാര്യങ്ങൾ ചെയ്യാനും എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഈ ഇന്റർനെറ്റിൽ കൂടെ ഇപ്പൊ എന്നെ സംബന്ധിച്ച്
കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ചാറ്റിംഗ് സൈറ്റിൽ പോയിട്ട് ചിലപ്പോഴൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ചിലപ്പോൾ തമാശയിലും വഴക്കിടല് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ബാനും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. പിന്നെ വെറുതെ എല്ലാ തരത്തിലുള്ള ടൈം പാസ് അതിൽ നിന്ന് കിട്ടാറുണ്ട്. ഇടയ്ക്ക് ചില നുറുങ്ങ് പരിഭവങ്ങളും ഉണ്ടാവും വെബ് ലോകത്ത്. 6 വർഷത്തിലധികമായി വിനേഷ് ചികിത്സയിലാണ്. മുന്നോട്ടുള്ള ചികിത്സയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളും മറ്റ് സ്വകാര്യ ദുഃഖങ്ങളും മറക്കാൻ വെബ് ലോകം വിനേഷിന് തുണയാകുന്നുണ്ട്. പക്ഷെ മതിയായ ചികിത്സ നടത്താൻ വിനേഷിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. വിനേഷിനെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ ബന്ധപ്പെടുക. ഞങ്ങളുടെ മേൽവിലാസം: പ്രൊഡ്യൂസർ, കാഴ്ച, മനോരമ ന്യൂസ്, അരൂർ PO, ആലപ്പുഴ. പിൻ 688534. വീണ്ടും പറയാം: പ്രൊഡ്യൂസർ, കാഴ്ച, മനോരമ ന്യൂസ്, അരൂർ PO, ആലപ്പുഴ. പിൻ 688534. kaazha@manoramannews.com എന്ന ഇമെയിൽ മേൽവിലാസത്തിലും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഈ ആഴ്ചത്തെ കാഴ്ച ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.